ഉലുവ ശരീരബലത്തിനും ശക്തിക്കും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ, ഈവൻ ഡയറ്റ് ചെയ്യണവർക്കും. ഹലോ യേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. ഇപ്പോൾ കർക്കിടക മാസമൊക്കെ തുടങ്ങിയതുകൊണ്ട് ഇന്ന് രാവിലെ ഒന്ന് അമ്പലത്തിലൊക്കെ പോയി വന്ന് നമ്മളൊരു ഔഷധക്കഞ്ഞി, കർക്കിടക കഞ്ഞി ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ ഔഷധക്കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക സംരക്ഷണ കഞ്ഞി അത് ഉണ്ടാക്കാനായി പണ്ടൊക്കെ എല്ലാവരും വന്നിട്ട് ദിവസവും അത് വീടുകളിൽ ഉണ്ടാക്കി വെച്ചിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ബൗളെങ്കിലും കഴിക്കണം എന്നാണ് പറയുക. അത് ദേഹത്തിന് ദേഹരക്ഷയ്ക്കൊക്കെ വളരെ നല്ലതാണെന്നാണ് പറയുക. അപ്പോൾ നമുക്ക് അതിനായി ആദ്യം കുറച്ച് ഉലുവ എടുത്തിട്ട് അതിനെ ഒന്ന് കുതിർത്താനിടാം. നമ്മളിന്ന് ഉലുവ കഞ്ഞിയാണ് ഉണ്ടാക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ഉലുവ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ ഒന്ന് വെള്ളം ഒഴിച്ച് കുതിർത്തി വയ്ക്കും. ഇതിന് ഏകദേശം ഇതേ കപ്പിൽ തന്നെ ഒരു കപ്പ് നമ്മൾ മറ്റേ നുറുക്ക് ഗോതമ്പിലാണ് ഉണ്ടാക്കാൻ പോകണം. ഇത് നിങ്ങൾക്ക് അരിയിലോ ഗോതമ്പിലോ ഇതിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ. ഉലുവ അത് ഏകദേശം ഒരു 50 ഗ്രാം ഉണ്ടാവും കേട്ടോ. എനിക്കത് അറിയണതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് മെഷർമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. നമുക്കെടുത്ത് ശീലമുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതിനെ ഒന്ന് 2-3 പ്രാവശ്യം കഴുകിയിട്ട് നമ്മൾ കുതിർത്താൻ വയ്ക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഏകദേശം ഉണ്ടാക്കണതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഉലുവ കുതിർത്തുക. പിന്നെ അതേ കപ്പിൽ ഒരു കപ്പ് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന നുറുക്ക് ഗോതമ്പാണ്. നിങ്ങൾക്ക് മട്ടരി അല്ലെങ്കിൽ ചുവന്ന അരി, ഞവരരി, ഏതരി വേണമെങ്കിൽ യൂസ് ചെയ്യുക. പക്ഷേ ബിരിയാണി അരി ഉപയോഗിക്കല്ലേ. ഓക്കെ, നമുക്ക് ആ വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല. എന്നിട്ട് അതിനെ കഴുകി നമ്മൾ കുക്കറിലേക്ക് ഇടുക. അതിൻ്റെ കൂടെ കുതിർത്തിയ ഉലുവയും കൂടി ഇടുക കേട്ടോ. ഇത് വേവട്ടെ, നല്ലോണം വിസിൽ വരട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളിയാണെങ്കിൽ ബെസ്റ്റ്, എത്ര നല്ലോണം ഇടാം. ഓക്കെ, 10-20 ചെറിയ ഉള്ളിയൊക്കെ ഇടാം. വലിയ ഉള്ളിയാണെങ്കിൽ ഒരു 2 എണ്ണം. ഓക്കെ, കുഞ്ഞുകുഞ്ഞീന്ന് മുറിച്ച് വയ്ക്കുക. അതവിടെ ഇരിക്കട്ടെ, എന്തിനാണെന്ന് പറയാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കുക്കർ തുറക്കുമ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഉലുവ എന്താ ഒരു വാസന അറിയോ. ഇനിയാണ് നമ്മുടെ ഉള്ളി. നെയ്യ് നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഓയിലാണോ അത് ഒഴിക്കുക. ആ ഉള്ളി കുഞ്ഞുകുഞ്ഞീന്ന് മുറിച്ച് വെച്ചതിനെ ഒന്ന് നല്ലോണം വഴറ്റുക, ചോക്ക വഴറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ കഞ്ഞിക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ വറുത്ത് വെച്ച ഉള്ളി അതിലേക്ക് അങ്ങോട്ട് കൊട്ടി കൊടുക്കുക കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്യുക. സപ്പോസ് വെള്ളം പോരാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കിയിട്ട് അതിലൊഴിക്കുക കേട്ടോ കഞ്ഞിക്ക്. ഓക്കെ, ആ ഉള്ളിയും ഉലുവയും എല്ലാം കൂടി എന്താ ഒരു വാസന അറിയോ. അടിപൊളി വാസനയാണ്. ഹെൽത്തിനും ഇത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് കർക്കിടകത്തിൽ മാത്രമൊന്നുമല്ല, അത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കുക. ഡയറ്റ് ചെയ്യുന്നവർക്കും കഴിക്കുക. അതിൽ നമ്മൾ ഒരു പിടി നാളികേരം കൂടി ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങൾ ഡയറ്റ് ചെയ്യണമെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നാളികേരം ഹെൽത്തിന് വളരെ നല്ലതാണ്. സോ ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, ഫീഡ്ബാക്ക് അറിയിക്കൂ. ഹാപ്പി കുക്കിംഗ്.